നമുക്ക് ബസ് സ്റ്റാൻഡിൽ അവിടെയാണ് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത്. എല്ലാവർക്കും അങ്ങോട്ട് നീങ്ങിയാൽ അവിടെ വെച്ചായിരിക്കും സംസാരിക്കാൻ നല്ലത്. മാത്രമല്ല വളരെ 3 മണിക്കൂർ വൈകിയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ആളുകൾ സഹകരിക്കണം. എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഓട്ടപ്രദക്ഷിണമെങ്കിലും നടത്താൻ വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. നിങ്ങളോടുള്ള വലിയ കടപ്പാട് വഹിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ പട്ടപ്പേരാളി, നിലമ്പൂരിന്റെ വികസന വിപ്ലവത്തിന്റെ സ്നേഹ സംഭവത്തിന്റെ പട്ടനായകൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റെ പാപ്പത്തിൽ ഇതുവഴി കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, കൈപ്പൊട്ടിയുടെ കാലത്തിന് വോട്ടുകൾ നൽകിയ നല്ലവരായ വോട്ടർമാരെ, നിങ്ങളോടുള്ള വലിയ കടപ്പാട് വഹിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ രാജ്യം ശ്രമിക്കുന്ന പിണറായി സർക്കാർ എന്നും നേക്കുമായി നിലമ്പൂരിന്റെ 6 മണ്ണിൽ കബറടക്കം ചെയ്തുകൊണ്ട് അഴിമതിയുടെ ആറാട്ടുമുണ്ടന്മാർക്കും ഈ മണ്ണിൽ വിട്ടമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസരവാദ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ കാലത്തിന്റെ ചവറ്റുകെട്ടയിലേക്ക് പുറംകാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഉന്നതമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കൈപ്പറ്റി മലയാളത്തിൽ വോട്ടുകൾ നൽകിയ നല്ലവരായ വോട്ടർമാരെ നിങ്ങൾ പ്രതിമാറ്റങ്ങൾ നേർന്നുകൊണ്ട് നിലമ്പൂരിന്റെ രാജകുമാരൻ കടന്നു വരികയാണ്. നിങ്ങൾ നൽകിയ വോട്ടുകൾക്ക് നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് നിലമ്പൂരിന്റെ രാജകുമാരൻ ആവേശത്തോടെ കടന്നു വരികയാണ്. ഈ ആവേശമാണ് ജനാധിപത്യ മുന്നണിയുടെ വളർച്ച. ഈ ആവേശമാണ്, ഇത് അഭിമാനമാണ്. ഇടതുപക്ഷക്കാരന്റെ അണ്ണാക്കിൽ അമിട്ടുപെട്ടിച്ചുകൊണ്ട് പ്രൗഢോത്സവമായിരിക്കുന്ന വിജയം സമ്മാനിച്ച് ഇടതുപക്ഷക്കാരന് നിലമ്പൂർ ശക്തികൾക്ക് മുന്നിൽ കിട്ടുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് മാറ്റം കുറിക്കുവാൻ നമുക്ക് ഒന്നിച്ചിറങ്ങാമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രിയങ്കരനായ വാർത്തയാണോ നമുക്ക് കയ്യിലേക്ക് കടന്നു വരുന്നത്. നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളൊരു സ്വീകരണത്തിനും നിങ്ങൾ നൽകിയ വിലയേറിയ വാക്കുകൊണ്ടോ വഴികൊണ്ടോ അന്ന് എതിർക്കുന്നില്ല. കൂടെപ്പറപ്പായി എന്നും വാക്കുണ്ടാകുമെന്ന് പറയാൻ കടമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് വേണ്ടി വെളിവാണല്ലോ നിർത്തുന്നു. ബഹുമാനപ്പെട്ട UDF-ന്റെ നേതാക്കന്മാർ ശ്രീ ഇസ്മായിൽ മുത്തളം, ശ്രീ എൻ.എ. കരീം, ശ്രീ ഇക്ബാൽ മാസ്റ്റർ, ശ്രീ കുഞ്ഞു മരുത, ശ്രീ ബാബു കോഫിൽ, ശ്രീ ടി.പി. അഷ്റഫ് അലി, ശ്രീ അതുപോലെ തന്നെ ശ്രീ സുനീർ, ശ്രീ കോയന്യാക്ക അടക്കം ശ്രീ റെജി മാസ്റ്റർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള കാരണവന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിലൊന്നും ഞാൻ മുതിരുന്നില്ല. നിങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് ഞങ്ങളേറെ വൈകി എത്തിയിട്ടും നിങ്ങൾ ഇത്രയധികം സമയം എന്നെ കാത്തിരുന്നവരോട് അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്കൊരു അപേക്ഷയെ നിങ്ങളോടുള്ളൂ. നിങ്ങളൊരിക്കലും എന്നെ ഒരു MLA ആയി നിങ്ങൾ കാണരുത്. നിങ്ങളൊരിക്കലും
എന്നെ ഒരു വലിയ നേതാവായി നായകനായി കാണരുത്. എന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു പഴയ പാപ്പുട്ടിയായി മാത്രമേ കാണാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രധാനമായും UDF, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലത്ത് UDF കൊണ്ടുവന്ന എല്ലാ വികസന പദ്ധതികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പാർട്ടി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ പൊടി തട്ടി എടുക്കണം, എന്നിട്ട് അത് നമുക്ക് തുടരണം. ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതിനൊക്കെ നിങ്ങളുടെ കൂടെ ഒരാളായി നിന്ന് ഏതൊരറ്റം വരെ പോകണമെങ്കിലും പോകാൻ ആര്യാടൻ ഷൗക്കത്ത് കൂടെ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ ഭരണമാണ്, 9 മാസക്കാലമാണ് ഉള്ളത്. അവർ എന്തൊക്കെ നമുക്ക് അനുവദിച്ചു തരുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഏതൊരറ്റം വരെ പോയാലും അത് പോകാൻ ഞാൻ കൂടെ ഉണ്ടാവും. മാത്രമല്ല, നമുക്ക് 2026 നമ്മുടെ ഒരു പ്രതീക്ഷയുടെ വർഷമാണ്. നിലമ്പൂർ നമ്മുടെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യമായി നമുക്ക് നഷ്ടപ്പെട്ട നിലമ്പൂർ നമ്മൾ തിരിച്ചു പിടിച്ചത് ഒരു ചെറിയ വോട്ടിനല്ല, 11,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നമ്മൾ തിരിച്ചു പിടിച്ചത്. നിങ്ങളുടെ കഠിനാധ്വാനമാണ്, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, എന്നോട് കാണിച്ച വാത്സല്യം, എന്നെ ചേർത്തു പിടിച്ചത്, അതിനെങ്ങനെ ഒരു നന്ദി പറഞ്ഞത് കൊണ്ട് മാത്രം അത് തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനെനിക്കുള്ള മറുപടി എന്നും നിങ്ങൾ എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ, അതിനുള്ള കടപ്പാട് എന്നും എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേവലം നിലമ്പൂരിൽ ഒരു 10 മാസത്തേക്ക് ഒരു MLA തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് മാത്രമായി കേരളം കണ്ടിട്ടില്ല. കേരളം മുഴുവൻ ഇതിനെ നോക്കിക്കണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ജനവിധി കുറിച്ചത്, നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ആര്യാടൻ ഷൗക്കത്തിനൊരു MLA ആക്കാൻ വേണ്ടി മാത്രമല്ല, 2026 ഐക്യ ജനാധിപത്യ മുന്നണി 100 സീറ്റ് വാങ്ങി അധികാരത്തിൽ വരാൻ അതിനുവേണ്ടി കൂടിയുള്ള വോട്ടാണ് നിങ്ങൾ രേഖപ്പെടുത്തിയത്. അത് നമുക്ക് വരും. ഒരു തർക്കവും വേണ്ട. ഒരു ജനകീയ ജനാധിപത്യ ഭരണം ഈ നാട്ടിൽ നമ്മൾ കാണിച്ചു കൊടുക്കും. എന്തായാലും സുഹൃത്തുക്കളെ, കാരണവന്മാരെ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെ, പ്രത്യേകിച്ചും ഈ പഞ്ചായത്തിൽ കോയിന്യാക്കെ ആണെങ്കിലും സുനീർ ആണെങ്കിലും അതുപോലെ റെജിമാസ്റ്റർ ആണെങ്കിലും ജൂഡി ആണെങ്കിലും ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ വളരെ സജീവമായി പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. എനിക്കറിയാം, മുസ്ലിം ലീഗിന്റെ നേതാവ് പൂവങ്കാവിൽ അമീദാക്കിയൊക്കെ വളരെ അനാരോഗ്യ പ്രശ്നമുണ്ടായിട്ട് പോലും പല സ്ഥലങ്ങളിലും അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വന്ന് പ്രവർത്തിച്ചത്. നിങ്ങളോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും അന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് തീരുന്നതല്ല. എന്തൊക്കെയായാലും നമുക്ക് ഈ നല്ല നിലമ്പൂരിന് വേണ്ടി ഒരുമിച്ച് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും നിങ്ങളുടെ പ്രാർത്ഥനയും, എനിക്ക് നിങ്ങൾ വോട്ട് മാത്രമല്ല ചെയ്തത്, വരുന്ന വഴിക്കൊക്കെ എന്നെ തടഞ്ഞു നിർത്തി ഉമ്മമാരും ചേച്ചിമാരും ഒക്കെ പറഞ്ഞത് അവർ ചെയ്ത പ്രാർത്ഥനയാണ്. ഇനിയും ആ പ്രാർത്ഥന വേണം. എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെല്ലാവരും കൂടി ചെയ്യുന്ന നന്മയുള്ള നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാൻ, നമുക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും തരാനുള്ള ഒരു പ്രാർത്ഥന നിങ്ങളുടെ അടുത്ത് വേണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ വീട് നിങ്ങൾക്കറിയാം, അതൊരു വീടായിട്ട് ആരും നിലമ്പൂർക്കാർ പരിഗണിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ 50 വർഷക്കാലമായി ഞാനൊക്കെ നേരം വൈകി എണീക്കുകയാണെങ്കിൽ എന്നൊക്കെ വിളിച്ചുണർത്തുന്നത് എൻ്റെ വീട്ടിലെ ആളുകളല്ല. നിങ്ങൾക്കറിയാം, പണ്ട് വഴിക്കടവെന്നും ഇടയ്ക്കരന്നൊക്കെ വരുന്ന ആളുകൾ നേതാക്കന്മാരാണ്. അതുകൊണ്ട്
ഇത് ഇതുവരെ ആരുടെ മുന്നിലും കൊട്ടി അടക്കപ്പെട്ടിട്ടില്ല. ഇനിയും അത് എന്നും എപ്പോഴും ആരുടെ മുന്നിലും കൊട്ടിയടക്കപ്പെടുന്ന വാതിലുകളല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുമിച്ച് പോകാം. നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുന്നു. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഈ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയങ്കരനായ നമ്മുടെ MLA എത്തിച്ചേർന്നിട്ടുള്ളത്. വഴികളവ് മണ്ഡലം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണമാണ് നടക്കുന്നത്. രാമകൃഷ്ണ മാസ്റ്റർ, ഉസ്മാൻ, ഉസ്മാൻ, അക്ബർ കെയും എന്നീ പഞ്ചായത്തുകൾ, അസീസ് പാലപ്പുറം, ചാക്കോസി മാമ്പഴ, രാമകൃഷ്ണ മാസ്റ്റർ, നാസിർ ബാവ, ചെമ്പഞ്ചേരി, ഉഷ വേലു, റഫീഖ് അമോൾ, ഐഷുദ്ദീൻ, നാണയത്തിൽപാടം, എരഞ്ഞി മുജീബ്, ഒന്ന് കേൾക്കാതെ ഷാരട്ടോടൊന്ന് മാറിക്കൊടുക്കണം. മറ്റുള്ളവർക്ക് സ്ഥാനാർത്ഥികളുടെ അവസരം നൽകി കൊടുക്കണം. ഉടയൻ സന്തോഷ്, KV രതീഷ്, സനൽ, നാണയവർത്തക അലി കുരുക്കൾ, അസീഫ് വട്ടിപ്പള്ളി, ഷംസീർ മമ്മാളൻ, സെയ്ഫ് കട്ടിങ്ങൽ, ഉസ്മാൻ PT, മുജീബിയൻ, സന്തോഷ്, KV രതീഷ്, നാസിർ ബാവ, അലി കുരുക്കൾ, ഹംസക്കുട്ടിയുണ്ട്, അസീസ് പോറ്റുപോയി, ആറ്റി മുടപ്പയ്യ എന്ന മാർക്കി ഈരാൻകുട്ടി സുബേർ മുത്തങ്ങണ്ട്. പ്രിയപ്പെട്ടവരെ, ആറാർപ്പണം ചെയ്തവർ ഒന്ന് മാറി കൊടുക്കണം. ദയവ് ചെയ്ത് മാറി കൊടുക്കണം. ആറാർപ്പണം മറ്റുള്ളവർക്ക് സൗകര്യം കൊടുക്കണം. കുട്ടപ്പിമുണ്ട, അനീഫ പത്തങ്കോടൻ, അക്ബർ കെയും കുഞ്ഞു പഞ്ചായത്തുകളിൽ നാണി മുടക്കയ്യ, സുബർ മാമാങ്കര, അജ്മൽ ജാഫർ, MN മുജീബ്, മത്തായി കമ്പക്കല്ല്, അഭിവാദ്യങ്ങൾ.
നിലമ്പൂർ നമ്മുടെ മണ്ണാണ്, നിലമ്പൂർ നമ്മുടെ മണ്ണാണ്. ആ മണ്ണ് തിരിച്ചു പിടിച്ച മാപ്പുട്ടിക്ക് അഭിവാദ്യങ്ങൾ.